റൊമേനിയയിൽ ഡ്രാക്കുള കോട്ട എന്നറിയപ്പെടുന്ന ബ്രാൻഡ് കാസിലിനകത്തു നിൽക്കുകയാണ് ഞാൻ. നിരവധി ബാൽക്കണികളും വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഇടനാഴികളും ഗോവണികളും ഉൾപിരിവുകളുമെല്ലാമുള്ള ഒരു കാസിൽ. ബ്രാം സ്റ്റോക്കർ തന്റെ നോവലിന് പശ്ചാത്തലമാക്കിയ ഡ്രാക്കുള കോട്ട ഇതുതന്നെയാണ്. കാഴ്ചകൾ ഏറെക്കുറെ പകർത്തിക്കഴിഞ്ഞു. ഇനി പുറത്തേക്ക് നടക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ അധികം ആളുകളെ കണ്ടിരുന്നില്ലെങ്കിലും ഇപ്പോൾ ബ്രാൻഡ് കാസിൽ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഭയലേശമില്ലാതെ കുട്ടികൾ പോലും ഇടുങ്ങിയ പിരിയൻ ഗോവണികളിലൂടെ പോകുന്നു. നോവലിൽ വായിക്കുമ്പോൾ വലിയ ദുരൂഹത തോന്നുമെങ്കിലും നേരിൽ കാണുമ്പോൾ ലാളിത്യമാർന്ന ഒരു ദുർഗമാണിത്. നടുമുറ്റത്ത് ഇവിടെ ഒരു കിണറുണ്ട്. അതിനു ചുറ്റും ഏതാനും പേർ കൂടി നിൽക്കുന്നു. ആഴമേറിയ കിണറൊന്നുമല്ല, വ്യാസം കുറഞ്ഞ ആഴം കുറഞ്ഞ ഒരു കിണർ. അതിൽ സന്ദർശകർ എറിഞ്ഞിട്ട നോട്ടുകളും നാണയങ്ങളും. കാസിൽ സജീവമായിരുന്ന കാലത്ത് വെള്ളം ശേഖരിച്ചിരുന്ന കിണർ തന്നെയാവാം. പല കാലത്തെ കൂട്ടിച്ചേർക്കലുകൾ നടന്ന കാസിൽ. അകത്ത് കയറിയ പ്രധാന വാതിലിലൂടെയല്ല, മറ്റൊരു കവാടത്തിലൂടെയാണ് പുറത്തിറങ്ങിയെത്തിയിരിക്കുന്നത്. ഇതാണ് ആ കവാടം. പുറത്തിറങ്ങി മലഞ്ചെരുവിലൂടെ കാസിലിനെ ഒന്ന് ചുറ്റി വേണം പ്രധാന കവാടത്തിലേക്കെത്താൻ. ഇവിടെ നിൽക്കുമ്പോൾ താഴ്വാരത്ത് ബ്രാൻഡ് പട്ടണത്തിലേക്ക് നീണ്ടുകിടക്കുന്ന പാത കാണാം. ഇവിടെ ഇങ്ങനെ കാസിലിന്റെ കൽക്കെട്ടുകളുടെ ഓരം പറ്റിയുള്ള ഈ നടപ്പാതയിലൂടെ നടന്നാൽ കാസിലിലേക്കുള്ള പ്രധാന വഴിയിലേക്കെത്താം. ഡ്രാക്കുള കഥയ്ക്ക് ചേരുന്ന പശ്ചാത്തലം തന്നെയാണിതെന്ന് ഇങ്ങനെ നടക്കുമ്പോൾ തോന്നിപ്പോകുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് ബ്രാം സ്റ്റോക്കർ ഡ്രാക്കുള എന്ന നോവൽ രചിക്കുന്നത്. അക്കാലത്ത് ഒരു മിലിറ്ററി പോസ്റ്റായിരുന്നു ഇവിടം. പിന്നീട് 1920-ൽ റൊമേനിയയുടെ രാജകുടുംബം ഇവിടേക്ക് താമസം മാറ്റുമ്പോഴേക്കും ഡ്രാക്കുളക്കോട്ട എന്ന പേരിൽ യൂറോപ്പിലെങ്ങും പ്രശസ്തമായി കഴിഞ്ഞിരുന്നു ബ്രാൻഡ് കാസിൽ. റൊമേനിയയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് പുതിയ കാലത്ത് ബ്രാൻഡ് കാസിൽ. ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ ടൂറിസം വകുപ്പിന്റെ കീഴിലോ അല്ല ബ്രാൻഡ് കാസിൽ ഇപ്പോൾ എന്നതാണ് ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം. എലീന രാജകുമാരിയുടെ മകനും പിന്തുടർച്ചാവകാശിയുമായ ഡൊമിനിക് വോൺ ഹാബ്സ്ബർഗിനാണ് കോട്ടയുടെയും അതിനു ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളുടെയും അവകാശം. ബ്രാൻഡ് കാസിൽ അനുബന്ധ ടൂറിസം ബ്രാൻഡ് പട്ടണത്തെ മാത്രമല്ല, ബ്രാസോവ് എന്ന വിശാല പട്ടണത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള നിരവധിയായ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ടൂർ കമ്പനികൾ, വ്യാപാരശാലകൾ, കരകൗശല ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ബ്രാൻഡ് കാസിലിനെ ഉപജീവിക്കുന്ന നിരവധി സംഗതികളാണ് ഇപ്പോൾ ബ്രാസോവിലുള്ളത്. ബ്രാൻഡ് കാസിലിലേക്കുള്ള കുന്നു കയറി തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടിരുന്നതാണ് സുവനീർ ഷോപ്പുകളുടെ ഈ കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളെ ഒന്നും കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സഞ്ചാരികൾ കടകളിൽ കയറിയിറങ്ങുന്നുണ്ട്. കടകളെ ഒന്ന് അടുത്ത് കാണാമെന്ന് ഞാനും തീരുമാനിച്ചു. ഡ്രാക്കുളയും ആ കഥാപാത്രത്തിന് ആധാരമായ വ്ളാഡ് മൂന്നാമൻ രാജാവും ബ്രാൻഡ് കാസിലുമെല്ലാം ആലേഖനം ചെയ്യപ്പെട്ട മഗ്ഗുകൾ. സൗന്ദര്യ തികവാർന്ന റൊമേനിയൻ പാവക്കുട്ടികളാണ് മറ്റൊരു കാഴ്ച. റൊമേനിയൻ ഗ്രാമങ്ങളിലെ ചെറുകിട വ്യവസായ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്നവയാണ് ഇതെല്ലാം. തടിയിൽ മെനഞ്ഞെടുത്ത തവിയും പാത്രങ്ങളും അടുക്കള ഉപകരണങ്ങളുമെല്ലാമാണ് മറ്റൊരു ഭാഗത്ത്. ചെറിയ സ്പൂൺ മുതൽ ചപ്പാത്തിക്കോല് വരെയുണ്ട്. വള, മാല, കമ്മൽ തുടങ്ങി വാക്കിംഗ് സ്റ്റിക്കും നാടൻ സംഗീത ഉപകരണങ്ങൾ വരെയും ലഭിക്കുന്ന കടകളുമുണ്ട്. ഇതാണ് ബ്രാൻഡ് കാസിലിലേക്കുള്ള പ്രധാന ഗേറ്റ്. ഇതുവഴിയായിരുന്നു ടിക്കറ്റ് എടുത്ത് ഞാൻ കാസിലിലേക്ക് പോയതും. വന്ന സമയത്തേതുപോലെ നിർജീവാവസ്ഥയിലല്ല, പ്രദേശമാകെ തന്നെ സജീവമായി കഴിഞ്ഞു. വലിയൊരു മാർക്കറ്റ് തന്നെയാണിത്. വൈവിധ്യമാർന്ന വസ്തുക്കൾ. എന്നാൽ അനാവശ്യമായ തോരണങ്ങളോ ബാനറുകളോ ഒന്നുമില്ല താനും. ടൂറിസം കേന്ദ്രങ്ങളിൽ വേണ്ടത് ഈ വൃത്തിയും ഭംഗിയുമാണ്. താഴ്വാരത്ത് സുവനീർ കടകളുടെ പല വില്ലേജുകൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ പടിപ്പുരയും കടന്നെത്തുന്നത് ഇത്തരം ഒരു വില്ലേജിലേക്കായിരിക്കും.
കാർപാത്യൻ പശ്ചാത്തലത്തിന് ചേരും വിധമാണ് കെട്ടിടങ്ങളും കവാടങ്ങളുമെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ചിലയിടത്താകട്ടെ തനി ഗ്രാമീണമെന്ന് തോന്നുന്ന ചില വീടുകൾ കാണാം. ഒരു റൊമേനിയൻ ട്രഡീഷണൽ വില്ലേജ് ആയിരുന്നു ഇത്. റൊമേനിയയുടെ ഓരോ ഭാഗത്തെയും വീടുകളും മറ്റും പരിചയപ്പെടുത്താനുള്ള ഒരു പദ്ധതി. പക്ഷേ ഇപ്പോൾ അവിടേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ല. മറ്റു പലയിടത്തും ഇത്തരം ഗ്രാമങ്ങളുണ്ട്. അത് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. റൊമേനിയൻ സ്ത്രീകൾ തുന്നിയുണ്ടാക്കുന്ന ലേസ് വർക്കുള്ള വസ്ത്രങ്ങൾ, മേശവിരികൾ, ജാലക തിരശീലകൾ എന്നിവയെല്ലാം ഒരു ഭാഗത്ത്. റൊമേനിയൻ സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ. പ്രതിവർഷം ചുരുങ്ങിയത് 5 ലക്ഷം ടൂറിസ്റ്റുകളെങ്കിലും ഇവിടെ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. അത് ബ്രാൻഡ് പട്ടണത്തിന്റെയും ബ്രാസോവ് എന്ന പ്രദേശത്തിന്റെ തന്നെയും സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാക്കിയ വളർച്ച വളരെ വലുതാണ്. ബ്രാൻഡ് കാസിലാണ് ടൂറിസത്തിന്റെ കേന്ദ്രബിന്ദു എങ്കിലും അതിനനുബന്ധമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിവിധ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ട്രഡീഷണൽ വില്ലേജ്, ബ്രാൻഡ് മാർക്കറ്റ്, ഡ്രാക്കുളാസ് ടൂം എന്ന പേരിലുള്ള ലൈവ് ഹൊറർ ഷോ, വാർ മെമ്മോറിയൽ, റൂറൽ ബിൽഡിംഗ്സ് മ്യൂസിയം, കാസിൽ പാർക്ക് എന്നിങ്ങനെ നീളുന്നു ടൂറിസ്റ്റ് ആകർഷണങ്ങളുടെ പട്ടിക. ഇവയെ പലതിനെയും ബന്ധപ്പെടുത്തി കണ്ടക്റ്റഡ് ടൂർ നടത്തുന്ന കമ്പനികളും ഇവിടെയുണ്ട്. കോട്ടേജ് ചീസ് എന്നറിയപ്പെടുന്ന സവിശേഷമായ പാൽക്കട്ടിയുടെയും വലിയൊരു വിൽപ്പന കേന്ദ്രമാണിത്. ട്രാൻസിൽവേനിയൻ മേഖലയിലെ മലയോര ഗ്രാമങ്ങൾ നൂറ്റാണ്ടുകളായി പശു വളർത്തലിന് പേരുകേട്ടതാണ്. അവിടങ്ങളിൽ വീടുകളിൽ നിർമ്മിക്കുന്ന ചീസും സോസേജും ചോക്ലേറ്റുമെല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. പലതരം പാൽക്കട്ടികൾ. മധുരമുള്ള ചെറിയ പുളിയുള്ള പാൽക്കട്ടി. യൂറോപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഭക്ഷണമാണ് ചീസ്. മലയാളികൾക്ക് അതത്ര സുപരിചിതമാവണമെന്നില്ല. പ്രധാന പാതയിൽ നിന്നും ഉള്ളിലേക്ക് ഇവിടെ ഇങ്ങനെയൊരു ചന്തയുണ്ട്. ഓരോ മാർക്കറ്റിനും അതിൻ്റെ പേരെഴുതിയ ഒരു കവാടമുണ്ടാവും. ഇത്തരത്തിലുള്ള പല ചെറുചന്തകൾ ചേരുന്നതിനെയാണ് പൊതുവെ ബ്രാൻഡ് മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നിൽ അങ്ങു ദൂരെ മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ കാർപാത്യൻ മലനിരകൾ. അതിന്റെ താഴ്വാരത്ത് നിരവധി ചെറുഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്തരം നാട്ടുചന്തകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കളിമൺ ഭരണി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കായി നിരന്നിരിക്കുന്നു. കാസിൽ സ്വഭാവമുള്ളതാണ് ചില വീടുകൾ. അതിന്റെ മുൻഭാഗമൊക്കെ ചന്തയായി മാറിക്കഴിഞ്ഞു. വിൽപ്പന വസ്തുക്കൾ ഓരോന്നും സൂക്ഷിച്ചു നോക്കിയാൽ കൗതുകം തോന്നും. ടൂറിസത്തിനു വേണ്ടി രൂപം കൊണ്ട മാർക്കറ്റാണെങ്കിലും കാർപാത്യൻ താഴ്വരകളിലെ ഗ്രാമീണരുടെ നാട്ടുചന്ത കൂടിയാണിത്. മൺപാത്രങ്ങളും തടികൊണ്ടുള്ള വീട്ടുപകരണങ്ങളും മറ്റും ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോവുക അവരാണ്. ടീഷർട്ടുകൾ ഉൾപ്പെടെ പലതിൻ്റെയും തീം ഡ്രാക്കുളയാണ്. കാട്ടുമുയൽ, ആട്, കന്നുകാലികൾ എന്നിവയുടെ തുകൽ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്കായി ഒരു ഭാഗം തന്നെയുണ്ട് ഇവിടെ. കമ്പിളി വസ്ത്രങ്ങൾ ലഭിക്കുന്ന കടകളും ധാരാളം. 2 ആഴ്ച കൂടി കഴിയുന്നതോടെ മഞ്ഞുവീഴ്ച തുടങ്ങും. ശൈത്യകാലത്തിന്റെ മൂർധന്യത്തിൽ -35 ഡിഗ്രി വരെ താപനില താഴാറുണ്ടെന്നാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഡ്രൈവർ കോൺസ്റ്റാന്റീൻ പറഞ്ഞിരുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ വളർന്നു വന്ന ധാരാളം റെസ്റ്റോറന്റുകളുണ്ട്. മരമേശകളും ബെഞ്ചുകളും മുറ്റത്തേക്ക് ഇറക്കിയിട്ട് പരമ്പരാഗത റൊമേനിയൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകൾ. പലതിൻ്റെയും മുന്നിൽ വറ്റൽ മുളകുമാലകൾ തൂങ്ങുന്നു. ഇവിടെ കാണുന്നതെല്ലാം ടൂറിസവുമായി ബന്ധമുള്ളവയാണ്. ടൂറിസ്റ്റുകളല്ലാതെ പുറം നാട്ടിൽ നിന്നുള്ള ആരും തന്നെ ഇവിടേക്ക് വരാറുമില്ല. സീസണിൽ ദിവസവും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്നു. 1 മണിക്കൂർ നേരം കൊണ്ട് ഞാൻ കാറിനടുത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങകലെ ബ്രാൻഡ് കാസിൽ. അവിടെ നിന്നുമാണ് ഞാൻ ഇറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത്. താഴെ ബ്രാൻഡ് പട്ടണം. ഈ മധ്യകാല പട്ടണത്തോട് യാത്ര പറയാൻ നേരമായിരിക്കുന്നു. ഡ്രാക്കുള കോട്ട ഒന്ന് കാണുക എന്ന ഉദ്ദേശം മാത്രമാണല്ലോ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഈ റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് കാർ പാർക്ക് ചെയ്തിരുന്നത്. അവിടെ കോൺസ്റ്റാന്റീൻ കാറുമായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ യാത്ര തുടരുകയാണ്. 1 മണിക്കൂറാണ് ഇദ്ദേഹം എനിക്ക് അനുവദിച്ചു തന്നിരുന്ന സമയം. 1 മണിക്കൂറിന് പുറമെ 5 മിനിറ്റ് കൂടി ഞാൻ എടുത്തിരുന്നു. അതിൽ കോൺസ്റ്റാന്റീന് അഭിപ്രായ വ്യത്യാസമുള്ളതായി തോന്നുന്നില്ല. ബ്രാസോവിലേക്കുള്ള മടക്കയാത്രയാണ്.
അതിനിടെ പ്രധാനപ്പെട്ട 1-2 സ്ഥലത്ത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൊമേനിയയിലെ തന്നെ തികച്ചും വ്യത്യസ്തതയാർന്ന ഒരു സാംസ്കാരിക പ്രദേശമാണ് ട്രാൻസിൽവേനിയ. പല കാലങ്ങളിൽ പല പാരമ്പര്യങ്ങളും പല സംസ്കാരങ്ങളും കടന്നുവരികയും കൂടിച്ചേരുകയും ചെയ്തിരിക്കുന്ന പ്രദേശം. കാർപ്പാത്യൻ പർവ്വതനിരകളുടെ താഴ്വാരത്ത് 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റവും സജീവമായിരുന്നു ട്രാൻസിൽവേനിയ. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു അന്നു മുതലേ ഇന്നാട്ടുകാരുടെ ഉപജീവന മാർഗങ്ങൾ. ചെമ്മരിയാടുകൾ മേയുന്ന നിരന്ന കൃഷിയിടങ്ങൾ. ആപ്പിളും ഉരുളക്കിഴങ്ങും ചോളവുമാണ് എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ കൃഷി. ഹംഗറിയുടെയും ജർമ്മനിയുടെയും കാർഷിക സംസ്കാരം കൂടിച്ചേർന്നുണ്ടായ ഒരു പ്രത്യേക ഗ്രാമ്യശൈലിയാണ് ട്രാൻസിൽവേനിയയ്ക്കുള്ളത്. 11 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഹംഗറിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. അക്കാലത്ത് തന്നെ ജർമാനിക് ഗോത്രമായ സാക്സൺ വിഭാഗവും ഇവിടേക്ക് കുടിയേറിയെത്തി. 16-ാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ തുർക്കികൾ ഇവിടം അവരുടെ അധീനതയിലാക്കിയപ്പോൾ ഏറെക്കുറെ സ്വതന്ത്രമായ ഒരു രാജ്യമായിരുന്നു ട്രാൻസിൽവേനിയ. 19-ാം നൂറ്റാണ്ടിൽ ഇവിടം ഹംഗറിയുടെ ഭാഗമായി. 1918-ൽ റൊമേനിയയുടെയും. വനത്തിനപ്പുറം എന്നാണ് ട്രാൻസിൽവേനിയ എന്ന വാക്കിന്റെ അർത്ഥം. ആടുകളെയും പശുക്കളെയും വളർത്തിയും ചെറിയ കൃഷികളിൽ ഏർപ്പെട്ടും വനത്തിലെ ചെറുഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്നവരുടെ നാടാണിത്. എന്നാൽ ഇന്ന് ട്രാൻസിൽവേനിയയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ടൂറിസം വരുമാനമാർഗമായി കഴിഞ്ഞു. എങ്കിലും ഗ്രാമങ്ങളിലുള്ളവർ പരമ്പരാഗത രീതിയിൽ തങ്ങളുടേതായ കാർഷിക വൃത്തിയിൽ മുഴുകി ജീവിക്കുന്നു. ട്രാൻസിൽവേനിയയ്ക്ക് സ്വന്തമായ വസ്ത്രധാരണ ശൈലിയും സംഗീതവും ഭക്ഷ്യവിഭവങ്ങളുമെല്ലാമുണ്ട്. റൊമേനിയയിൽ കമ്മ്യൂണിസം നിലനിന്ന കാലത്താണ് ആ പാരമ്പര്യത്തിന് ഒട്ടൊരു മങ്ങലേറ്റത്. നേരം ഉച്ചയായെങ്കിലും പ്രദേശമാകെ മൂടൽമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുകയാണ്. കാർപ്പാത്യൻ മലമടക്കുകൾ നിഴൽ രൂപങ്ങൾ പോലെ അങ്ങകലെ കാണാം. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കാർ ഇപ്പോൾ റസ്നോവ് എന്ന പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ റസ്നോവ് എന്നാണ് പറയുകയെങ്കിലും ജർമാനിക് ശൈലിയിൽ ഇവിടുത്തുകാർ റഷ്നോവ് എന്നാണ് ഈ പട്ടണത്തെ വിളിക്കുക. മധ്യകാലത്ത് ട്യൂട്ടോണിക് പ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ് റസ്നോവ്. ബെർസൻലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന സാക്സൺ പ്രദേശത്തിന്റെ ഭാഗവുമായിരുന്നു ഇത്. മലമുകളിൽ ഒരു കാസിലുണ്ട്. റസ്നോവ് കാസിൽ എന്ന് അതറിയപ്പെടുന്നു. കാസിൽ കാണാവുന്ന ഒരിടത്ത് വണ്ടി കൊണ്ടുചെന്ന് നിർത്താൻ ഞാൻ കോൺസ്റ്റാന്റിനോട് പറഞ്ഞു. അങ്ങനെ ആ ദുർഗം വിദൂരതയിൽ കാണാവുന്ന ഒരിടത്ത് കാർ നിർത്തിയിരിക്കുകയാണ്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കാസിലാണ് അത്. റസ്നോവ് ബെർസൻലാൻഡിന്റെ ഭാഗമായിരുന്ന കാലത്ത് ട്യൂട്ടോണിക് പ്രഭുക്കന്മാരാണ് മലമുകളിൽ കാസിൽ നിർമ്മിക്കുന്നത്. ഇക്കാലത്ത് തന്നെ മലയുടെ താഴ്വാരത്ത് ഇങ്ങനെയൊരു പട്ടണവും വളർന്നു വന്നു. പിന്നീട് പല നൂറ്റാണ്ടുകളിൽ കാസിൽ പിടിച്ചെടുക്കാനായി ഘോരമായ യുദ്ധങ്ങൾ നടന്നുവെങ്കിലും അത് മിക്കതും പരാജയപ്പെടുകയാണുണ്ടായത്. ട്രാൻസിൽവേനിയൻ രാജകുമാരനായിരുന്ന ഗബ്രിയേൽ ബത്തോറിയുടെ മുന്നിൽ മാത്രമാണ് റസ്നോവ് കാസിൽ കീഴടങ്ങിയതെന്നാണ് ചരിത്രം. വലിയൊരു സൈന്യവുമായി രാജാവ് കാസിൽ ഉപരോധിച്ചു. ഉപരോധം നീണ്ടുപോയതോടെ കാസിലെ ജലസംഭരണി വറ്റി. കുടിവെള്ളം കിട്ടാതായതോടെ കോട്ടയിലുണ്ടായിരുന്ന ട്യൂട്ടോണിക് പ്രഭു നിരുപാധികം കീഴടങ്ങുകയായിരുന്നു. ഇങ്ങനെ ചരിത്രമുള്ള നിരവധി ദുർഗങ്ങളും മധ്യകാല പട്ടണങ്ങളും റൊമേനിയയിൽ നിരവധിയുണ്ട്. അവയെല്ലാം ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാസോവിന് സമീപമുള്ള പ്രമുഖമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ റസ്നോവ്. കാസിൽ മാത്രമല്ല, 600 വർഷം മുൻപത്തെ ചുവർ ചിത്രങ്ങളുള്ള ഓൾഡ് ഇവാഞ്ചലിക് ചർച്ച്, 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഓർത്തഡോക്സ് പള്ളി, ചൈലി റഷ്നോവി എന്നറിയപ്പെടുന്ന ഹരിതാഭമായ മലയിടുക്ക് എന്നിവയെല്ലാം ഇന്ന് റസ്നോവിന്റെ ടൂറിസം ആകർഷണങ്ങളാവുന്നു. റസ്നോവിൽ നിന്നും യാത്ര തുടരുകയാണ്. പരമ്പരാഗത ജർമ്മൻ ശൈലിയിലുള്ള വീടുകളാണ് പാതയുടെ ഇരുവശത്തും കാണുന്നത്. ട്യൂട്ടോണിക് പ്രഭുക്കന്മാർ ഈ പട്ടണം സ്ഥാപിച്ച കാലം മുതലുള്ള കെട്ടിട നിർമ്മാണ ശൈലിയാണിത്. പരമ്പരാഗത ശൈലി നിലനിർത്തുന്നതിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു.
റസ്നോവ് പട്ടണപ്രാന്തത്തിലെ വീടുകളുടെയും കൃഷിയിടങ്ങളുടെയും കാഴ്ചയും രസകരമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ പട്ടണത്തിലേക്കാണ് എത്തുന്നത്. റസ്നോവിൽ ജർമ്മൻ പാരമ്പര്യത്തിന്റെ കാഴ്ചയായിരുന്നെങ്കിൽ ഇവിടെ ഹംഗേറിയൻ പാരമ്പര്യമാണ് എതിരേൽക്കുന്നത്. പാതയുടെ ഇരുവശത്തും കോട്ട കെട്ടിയതുപോലുള്ള കെട്ടിടനിര. ഇത് മിക്കതും വീടുകൾ തന്നെയാണ്. നീളൻ കെട്ടിടങ്ങൾ. കെട്ടിടനിരയിൽ ഇടയ്ക്കിടെ വലിയ വാതിലുകൾ കാണാം. വീടുകളുടെ നടുമുറ്റത്തേക്ക് തുറക്കുന്ന വാതിലുകളാണത്. ക്രിസ്ത്യൻ പട്ടണത്തിന്റെ ഈ വേറിട്ട ശൈലി ഒന്നടുത്ത് കാണാനായി ഇവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റാന്റീൻ പാർക്ക് ചെയ്യാവുന്ന ഒരിടം കണ്ടെത്താനായി വേഗം കുറച്ചു. പിന്നെ സൗകര്യപ്രദമായ ഒരിടത്ത് കാർ നിർത്തുകയും ചെയ്തു. ഞാൻ കാറിൽ നിന്നിറങ്ങി. ക്ലാസിക് ചാരുതയുള്ള വീടുകൾ. ഒറ്റ നിലയേ ഉള്ളൂ. ജാലകങ്ങൾ മാത്രമാണ് റോഡിന് അഭിമുഖമായുള്ളത്. കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ആനവാതിലുമുണ്ടാവും. ഹംഗേറിയൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണെങ്കിലും റൊമേനിയക്കാരും ജർമാനിക് ഗോത്രമായ സാക്സൺ കുടുംബങ്ങളും നൂറ്റാണ്ടുകളായി ഇവിടെ വസിക്കുന്നുണ്ട്. ആകെ ജനസംഖ്യയുടെ 2% ഉള്ളൂ സാക്സൺ വംശജർ. അവരുടെ പരമ്പരാഗത ശൈലിയുള്ള വീടുകളും ക്രിസ്ത്യൻ പ്രദേശത്ത് കാണാം. ഒരു വീടിനകത്ത് കയറി അതിലെ ഘടനയും ശൈലിയും പകർത്തിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അനുവാദം ചോദിക്കുന്നതിനായി ഒരൊറ്റ മനുഷ്യരെയും ഈ പരിസരത്തൊന്നും കാണുന്നില്ല. ജർമ്മൻ ഹംഗേറിയൻ ശൈലിയിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടുത്തെ വീടുകൾ പലതും സീസണിൽ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. 3 സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ക്രിസ്ത്യൻ പട്ടണമെന്നാണ് പറയുക. ട്രാൻസിൽവേനിയ ഹംഗറിയുടെ ഭാഗമായിരുന്നപ്പോൾ ഇവിടേക്ക് കുടിയേറി പാർത്ത ഹംഗേറിയന്മാർ, സാക്സൺ പ്രഭുക്കൾ ട്രാൻസിൽവേനിയ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ എത്തിയ ജർമ്മൻകാർ, പിന്നെ നൂറ്റാണ്ടുകളായി ഇവിടെയുണ്ടായിരുന്ന റൊമേനിയക്കാർ എന്നിവരെല്ലാം ഈ പട്ടണത്തിൽ ഒരുമിച്ച് വസിക്കുന്നു. മധ്യകാലത്ത് വണിക്കുകളുടെ ഒരിടത്താവളം എന്ന നിലയിൽ വളർന്ന പട്ടണമാണ് ക്രിസ്ത്യൻ. ദീർഘയാത്ര നടത്തുന്ന വർത്തക സംഘങ്ങൾക്ക് വീടുകളുടെ ഒരു ഭാഗം വാടകയ്ക്ക് നൽകുന്ന പതിവുണ്ടായിരുന്നു അന്ന്. അങ്ങനെയാണ് വഴിയുടെ ഇരുഭാഗത്തും ഇത്രയേറെ വലിയ വീടുകൾ നിർമ്മിക്കപ്പെടുന്നത്. വണിക്കുകളുടെ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് പാണ്ഡികശാലകളും അന്നിവിടെ ഉണ്ടായിരുന്നു. യാത്ര തുടരുമ്പോൾ വീടുകളുടെ നിർമ്മാണത്തിലെ വ്യത്യസ്തതയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഗേറ്റുകളാണ് പ്രധാനം. അതോരോന്നും ഓരോ കുടുംബത്തിന്റെ താമസത്തിനായുള്ള വിശാല സൗകര്യങ്ങളിലേക്കാണ് തുറക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ തമിഴ്നാട്ടിൽ ചെട്ടിനാട്ടിലൂടെ നടത്തിയ യാത്രയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യൂറോപ്പിൽ മറ്റെവിടെയും ഇങ്ങനെയുള്ള വീടുകൾ നിരയൊത്തു നിൽക്കുന്നതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും റൊമേനിയൻ യാത്രയിൽ ക്രിസ്ത്യൻ വേറിട്ടൊരു ദൃശ്യാനുഭവം തന്നെയാണ്. 4000-ൽ താഴെയാണ് ക്രിസ്ത്യനിലെ ജനസംഖ്യ. തൊട്ടടുത്തുള്ള ബ്രാസോവ് പട്ടണത്തിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടു ജീവിക്കുന്നവരാണ് അതിൽ കൂടുതലും. വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകൾ ക്രിസ്ത്യനിലെ പരമ്പരാഗത വീടുകൾ സ്വന്തമാക്കുന്നതാണ് പുതിയൊരു പ്രവണത. അവയിൽ പലതും ടൂറിസത്തിനായി 5 സ്റ്റാർ വില്ലകളാക്കി മാറ്റിക്കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും വലിയ സാക്സൺ കുടുംബ വീടുകളിലൊന്ന് വില ആംബിയൻ എന്ന പേരിൽ 12 ബെഡ്റൂമുകളോട് കൂടിയ 5 സ്റ്റാർ വില്ലയാണിന്ന്. ആ വിധത്തിൽ പല വീടുകളും ടൂറിസം മേഖലയിലേക്ക് ചൂട് മാറ്റിക്കഴിഞ്ഞു. വെയിൽ തെളിയുന്നതേയില്ല. അതിനാൽ ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങൾക്ക് മിഴിവ് കുറവാണ്. എങ്കിലും ചരിത്രവുമായി ചേർത്തു കാണുമ്പോൾ തെളിമയില്ലാത്ത ഈ കാഴ്ചകൾ മറ്റൊരു ഫീൽ നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. സാധാരണമല്ലാത്ത ഒരു യൂറോപ്യൻ ദൃശ്യം. മഞ്ഞുകാലത്ത് ഇവിടുത്തെ ആളുകൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ പ്രകൃതിയാണിത്. കാർപാത്യൻ മലമടക്കുകൾ, അവിടുത്തെ കാനനങ്ങൾ, പുൽമേടുകൾ, നിരന്ന കൃഷിയിടങ്ങൾ. ബ്രാസോവ് പട്ടണത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ. ഇവിടെ ചെറിയ ക്വാറികളും കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റുകളും കാണാം. അടുത്ത കാലത്തായി വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ബ്രാസോവ്. പട്ടണത്തിന്റെ പ്രാന്തഭാഗത്ത് ധാരാളം സൂപ്പർ മാർക്കറ്റുകളും മാളുകളുമുണ്ട്. സിറ്റി സെന്ററിൽ നിന്ന് അല്പം വിട്ടിട്ടാണ് ഇതെല്ലാം. വലിയ മാളുകൾ. പട്ടണവാസികളുടെ ഷോപ്പിംഗ് കേന്ദ്രമാണിത്. നഗരത്തിലേക്ക് ഇവിടെ നിന്ന് ഇനിയും ദൂരമുണ്ട്.
റൊമേനിയൻ പട്ടണങ്ങൾ മിക്കതും യൂറോപ്യൻ നിലവാരത്തിൽ തന്നെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. എന്നാൽ ഉൾഗ്രാമങ്ങളിലേക്ക് പോയാൽ ദരിദ്രമായ കാഴ്ചകൾ ഏറെയുണ്ട് താനും. സിറ്റി സെന്ററിലെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് മുറിയിൽ വെച്ചിട്ട് വേണം ചരിത്രമുറങ്ങുന്ന ബ്രാസോവ് നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് ക്യാമറയുമായി ഇറങ്ങാൻ. നേരെ ഹോട്ടലിലേക്ക് കാർ വിടാനാണ് കോൺസ്റ്റാന്റിനോട് പറഞ്ഞിരിക്കുന്നത്. വഴിയോരത്ത് പാരമ്പര്യ ഗരിമയോടെ നിൽക്കുന്ന ദേവാലയങ്ങൾ. ആ കാഴ്ചകളിലൂടെ ബ്രാസോവ് പട്ടണത്തിലേക്ക് കാർ അടുത്തുകൊണ്ടിരിക്കുകയാണ്.